ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങള് ഈശയൊക്കെ ഇറങ്ങി നേരെ ഊട്ടിയിലേക്കാണ് കേട്ടോ പോകുന്നത്. കാറിലിരുന്ന് ഒരുപാട് പാട്ട് കേട്ടും ഡാൻസ് കളിച്ചിട്ടും ആവാം. ആശുക്കുട്ടിക്ക് കട്ടിക്ക് ബോറടിക്കുന്നുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എന്റെ ഹെയർ ക്ലിപ്പ് ഊരി കൊടുത്തു. കുറച്ചു നേരം അതുമായിട്ട് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ നോക്കി നേരെ ഞങ്ങളുടെ ഹോട്ടലിലേക്ക് എത്തി. ഞങ്ങൾ ഹോട്ടൽ കെൻസിലാണ് റൂം എടുത്തിരുന്നത്. അത്യാവശ്യം നല്ല റൂമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. ആക്ച്വലി ഈ ഒരു ഭയങ്കര വെയിൽ എൻ്റെ ഞെട്ടിപ്പോയി. ഒരു 4 o'clock ഒക്കെ ആയിട്ടുണ്ട്, 4 o'clock 3 o'clock ഒക്കെ അടുപ്പിച്ചായിട്ടുണ്ട്. പക്ഷെ നല്ല വെയിലാണ്. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ പർദീസ് റെസ്റ്റോറൻറ്റിലാണ് എത്തിയത് കേട്ടോ ഫുഡ് കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു. ഫുഡിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ആഷി, അതായത് ആഷിൻ്റെ അച്ഛൻ കൈയെഴുതാനൊക്കെ പോയി. അതിനുശേഷം ഞാൻ കൈയൊക്കെ വാഷ് ചെയ്ത് കുറച്ച് 1-2 വീഡിയോസും അവിടുത്തെ മിററിൽ നിന്ന് എടുത്തിട്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വീട്ടിലെത്തി. അച്ഛനും മോളും കൂടെ ആ ഒരു ഭയങ്കര കളിയും ചെയ്യൊക്കെയായിരുന്നു. ദെൻ ഞങ്ങളുടെ ഫുഡ് വന്നു. ബട്ടർ നാൻ, ബട്ടർ ചിക്കൻ, അങ്ങനെ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തിരുന്നത്. അങ്ങനെ ഫുഡെല്ലാം ഞങ്ങൾ നന്നായിട്ട് കഴിച്ചു. ആശുവിന് ഞങ്ങൾ ഇച്ചിരി ചോറ് പറഞ്ഞു കേട്ടോ. ആശു കൂടുതലും ലഞ്ച് ടൈമിൽ ചോറ് തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. സോ ഞങ്ങൾ അതും ഇതും വാങ്ങി കൊടുക്കാനായിട്ട് നിന്നില്ല. ആശുവിന് കുറച്ച് റൈസ് പറഞ്ഞു. അങ്ങനെ ബട്ടർ ചിക്കനും റൈസും ആയിട്ടാണ് ഞങ്ങൾ ആശുവിന് കൊടുത്തത്. ആ ഇരിക്കുന്ന ഒരു ഫ്രൈ ഫിഷാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഫിഷും കൂടെ ആശുവിന് ആഡ് ചെയ്ത് ഞങ്ങൾ ആശുവിന് ഫുഡ് കൊടുത്തു. അങ്ങനെ ആശു അത്യാവശ്യം ബഹളവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല കുട്ടിയായിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ആശുവിൻ്റെ ഓപ്പോസിറ്റ് ഒരു കുഞ്ഞു ബേബി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് വെച്ച് ആശു ആ ബേബി ആയിട്ട് കുറച്ച് നേരം കളി ചിരിയൊക്കെ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് തിരിച്ചു കേട്ടോ. ഈ ഒരു ക്ലൈമറ്റ് ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഊട്ടി വന്നത് വേറെ വേസ്റ്റ് ആയി പോയി, എന്ന് കരുതിപ്പോയി. ബട്ട് അങ്ങനെയല്ല, ഇന്ന് മാത്രമേ വെയിലുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഡേ മുതൽ നല്ല തണുപ്പും അങ്ങനത്തെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. എൻ്റെ ദൈവം സഹായിച്ച് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ഇന്ന് ഈവനിങ്ങൊക്കെ ആയപ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. ആൻഡ് ഞങ്ങൾ ഇവരിവിടുത്തെ റൂട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. അതായത് സ്പോട്ട് എവിടെയൊക്കെയാണ്, ഏതൊക്കെ ടൈമിലാണ് പോകേണ്ടതെന്നൊക്കെ കാണിച്ചു തന്നു. ഞങ്ങൾ എത്തിയ ടൈം അത്യാവശ്യം ലേറ്റായി പോയത് കൊണ്ട് തന്നെ ഇന്ന് പ്രത്യേകിച്ച് ഒരിടത്ത് പോയിട്ട് കാര്യമില്ല, എല്ലാം ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റൂമിൽ ചുമ്മാ ഇരിക്കാൻ കണക്കാക്കി ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വഴിക്ക് വാങ്ങിയിട്ടാണ്. അപ്പോൾ ആശുവിന് ഇത്ര എൻഗേജ്ഡ് ആവണമല്ലോ. ആശുവിന് റമ്മയുടെ സോങ് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് അത് അങ്ങനെയൊക്കെയുള്ള പാട്ടൊക്കെ ഇട്ട് കൊടുത്തു. ആശു കട്ട ഡാൻസ് കളിക്കുവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ആക്ച്വലി ആശുവിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ആശുവിൻ്റെ ഇളയമ്മ ആശു വിഷ് ചെയ്തു. അങ്ങനെ ആശു ഉമ്മയൊക്കെ പറഞ്ഞൊരു വീഡിയോ തിരിച്ചയക്കുന്നതാണ് കേട്ടോ. ദെൻ ഞങ്ങൾ ജിമിനിയോട് ഞാൻ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചു, ജിമിനി ഇവിടെ അത്യാവശ്യം പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ എവിടെയാണ്? അതായത് ഈവനിങ് എന്തായാലും ബൊട്ടാണിക്കൽ ഗാർഡൻ അവിടെ നിന്ന് പോകാൻ പറ്റില്ല, വേറെ എവിടെയൊക്കെ പോകാൻ ചോദിച്ചപ്പോൾ ജിമിനി പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഷോപ്പിങ്ങിന് പോകും. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ നേരത്തെ 2 ആളില്ലേ, പുള്ളിക്കാരൻ നാളത്തെ പ്ലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഞങ്ങൾ നാളെ ടാക്സിയിലാണ് കേട്ടോ പോകുന്നത്. ഓക്കെ, അങ്ങനെ ഈവനിങ് ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആശു ഞാനും കൂടെയാണ് നടന്നു വരുന്നത്. അച്ഛ വീഡിയോ എടുക്കുവാണ്. ദെൻ ഞങ്ങളൊരു കടയിൽ കയറി. അത്യാവശ്യം ഒരുപാട് സാധനങ്ങളുള്ള കട കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പോയി. ജീൻസ് ആയാലും ഇയറിങ്സ് ആയാലും അത് ഇത് ചപ്പു ചവറെന്ന് പറഞ്ഞു ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാൻ എനിക്കും എൻ്റെ ഫാമിലിക്കും ചേച്ചിക്കൊക്കെ വേണ്ടിയിട്ട് അത്യാവശ്യം എന്തൊക്കെയോ സാധനങ്ങളൊക്കെ എടുത്തു. ആശു ആണെങ്കിൽ ഇതാ നാഗവല്ലിയെ പോലെ ഓർണമെന്റ്സ് കണ്ട രീതിയിൽ, ടോയ്സ് കണ്ട രീതിയിൽ അതും ഇതൊക്കെ പാഞ്ഞും പറന്നും ഒക്കെ എടുക്കുവാണ്. അതിനുശേഷം